ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആരാധിക്കാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ ഓർത്തുപോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ ഓർത്തുപോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടത്തെ, ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും. തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയൻ്റെ മുന്നിലും എപ്പോഴും മായാതെ, അടിയൻ്റെ മുന്നിലും എപ്പോഴും മായാതെ അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. കമലാകുചൂചുക കുങ്കുമതോ നിയതാരുണിതാതുല നീലതനോ
കമലായതലോചന ലോകപതേ വിജയീ ഭവ വെങ്കടശൈലപതേ സചതുർമുഖ ഷൺമുഖ പഞ്ചമുഖ പ്രമുഖാഖില ദൈവത മൗലിമണി ശരണാഗത വത്സല സാരനിധി പരിപാലയ മാം വൃഷശൈലപദേ കമലാകുച ചൂചുക കുങ്കുമതോ നിയതാരുണിതാതുല നീലതനോ കമലാലയദോചന ലോകപദേ വിജയീ ഭവ വെങ്കടശൈലപദേ സചതുർമുഖ ഷൺമുഖ ചങ്കമുഖ പ്രമുഖാഖില ദൈവത മൗലിമണി ശരണാഗത വത്സല സാരനിധി പരിപാലയ മാം വൃഷശൈലപദേ ഷഷ്ടിയെ നോക്കാ ശരവണ ഭവനാർ ശിഷ്ടർക്കുതവും ശങ്കതിർവേലോൻ പാദമിരണ്ടിൽ പന്മണി സതങ്കൈ ഗീതം പാട കിങ്കിണിയാട ഷഷ്ടിയെ നോക്കാ ശരവണ ഭവനാർ ശിഷ്ടർക്കുതവും ശങ്കതിർവേലോൻ പാദമിരണ്ടിൽ പന്മണി സതങ്കൈ ഗീതം പാട കിങ്കിണിയാട മയ്യ നടനം ചെയ്യും മയിൽ വാഹനന കയ്യിൽ വേലാലനെ കാക്കവൈന്ദ്രവന്ദ്ര വര വര വേലായുധനാർ വരുക 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 മയിലോൻ വരുക ഇന്ദിരൻ മുതലായി എൻ ദിശை പോറ്റ മന്ദിര വടിവേൽ വരുക വരുക വാസവൻ വരുക മയിലോൻ വരുക 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 മയിലോൻ വരുക ഷഷ്ടിയെ നോക്കാ ശരവണ ഭവനാർ ശിഷ്ടർക്കുതവും ശങ്കതിർവേലോൻ പാദമിരണ്ടിൽ പന്മണി സതങ്കൈ ഗീതം പാടാ കിങ്കിണിയാടാ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നിർമ്മല പവിത്രൻ, ഗീത, രാധാ ശിവാനന്ദൻ, രുക്മിണി മോഹൻ, ജയ അനിൽ, ഗീതാ നായർ, ജഗദമ്മ, ബിജി ബിജു, വത്സല ചെല്ലപ്പൻ, പ്രസന്ന, ഇനി മക്കൾ കാണും. എല്ലാവർക്കും ഇതിൽ പേര് തന്നവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഭാഗവതം വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മക്കളെ നമ്മൾ വായിച്ചത് എന്താണ്? ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് എന്താ ഭാവനവശാൽ സമർപ്പിച്ച് അനുദിനം ഭക്തന്മാർ എന്താ ഭാവന ചെയ്യുന്നത്? ഒരു ഭക്തൻ എന്തായി തീരണമെന്നാണ് ഭാവന ചെയ്യുക. അത് ഭഗവാൻ സമർപ്പിക്കണം. നമുക്കുള്ള എല്ലാ ആഗ്രഹങ്ങളും എന്താണ് ഒരു ഭക്തൻ്റെ ആഗ്രഹങ്ങൾ? കാരണം ഭഗവാൻ ആഗ്രഹങ്ങളിലും കൊടുക്കും, ഒരു മുക്തനെയും ആക്കി തീർക്കും. ഈശ്വരൻ ഒരു മുക്തനായി തീരണം എന്നുള്ള ഒരു ഭക്തൻ്റെ ആഗ്രഹങ്ങൾ ഭഗവാൻ അത് കൈവല്യവും കൊടുക്കും. അതല്ല, നമുക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്താണ്? ഭക്തിപൂർവ്വം നമ്മുടെ പ്രവൃത്തി പോലിരിക്കും. ഭഗവാനെ ഭക്തിപൂർവ്വം ആരാധിക്കുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം നന്മയായിരിക്കണം. അങ്ങനെയും കൂടെ ഉണ്ട്. തിന്മ ചെയ്തിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ആ തിന്മകളെല്ലാം കളഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും. എന്തെങ്കിലും പാപ കറകൾ മാലിന്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഭഗവാനെ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോയി, അതെല്ലാത്തിനും മാപ്പ്. ഇപ്പം ബ്രഹ്മാവ് എങ്ങനെയാ മാപ്പിരക്കുന്നത്? അതുപോലെ അത് പാഠമാണ്. നമ്മളും ഭഗവാനെ അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ നാരായണ. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രായശ്ചിത്തമായി ഭഗവാന്റെ മുമ്പിൽ വിഷമിച്ചും കരഞ്ഞും ഇരിക്കുമ്പോൾ ബ്രഹ്മാവിന് കൊടുത്ത അനുഗ്രഹം ഇവിടെ ഭഗവാൻ നമുക്കും തരും. അപ്പോഴെന്തുവരും? ഭാവന. നമുക്ക് ഇന്ന കാര്യങ്ങളുണ്ട് ഭഗവാനെ, എനിക്ക് ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കൊന്നും തന്നെ അറിഞ്ഞും കൂടാ, എനിക്ക് പ്രാർത്ഥന എന്തെന്നറിയില്ല. നമ്മളെ ഉള്ള കണക്ക് നമുക്ക് എന്താണ് നമുക്ക് ഉള്ളിലുള്ള അത്ര മാത്രം മതി. ഈശ്വര അല്ലെങ്കിൽ നാരായണ എന്ന് മാത്രം ഭക്തി മതി. ഒരു പാഠവും നമ്മൾ പഠിക്കേണ്ട. അതിവിടെ പറയുന്നുണ്ട് ഇതിനകത്ത് തന്നെ. നമുക്ക് എന്താണ് അന്നന്ന് നമുക്ക് എന്താ നമ്മുടെ ഉള്ളിൽ എല്ലാം സത്യസന്ധമായിരിക്കണം. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഭഗവാനെ അറിഞ്ഞുകൂടാത്ത കാലത്ത് എന്തൊക്കെയോ ചെയ്തു, പാപമാണെന്നൊന്നും അറിഞ്ഞല്ല ചെയ്തത്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭാവനവശാൽ സമർപ്പിച്ച് അനുദിനം നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഭാവന ചെയ്യണം. ഒരു ഭക്തൻ ഭാവന ചെയ്താൽ ഒരു ഭക്തനെ ഭഗവാൻ ഈ ലോകത്തിൽ സർവ്വതും കൊടുക്കും. എന്താ കാരണം?
മുക്തനാവണമെങ്കിൽ മുക്തനായാൽ മതി. നമുക്ക് എന്താണ് ആവശ്യങ്ങൾ, നമ്മുടെ പ്രവൃത്തി നല്ലതാണോ, ഈശ്വരൻ അവിടെ നമ്മുടെ ഭാവന എന്തായാലും അത് ചെയ്യുന്നതാണ്. അവിടെ ജീവിച്ചിടുന്നു, ജന്മസാഫല്യം വരും. അങ്ങനെയാണ് ദിനം ദിനം നമ്മൾ അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാം വന്നു ചേരും. തൊൽപാദാംഭോജത്തിൽ ഭക്തി ഇല്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് അല്പജ്ഞന്മാർക്ക് കാരാഗൃഹങ്ങളും ആണ് അവിടെ വീടുകൾ. അവരുടെ വീട്ടിൽ എന്നും ദുരിത ദുഃഖങ്ങളായിരിക്കും, അനർത്ഥങ്ങളാണ് അവർക്കുണ്ട. അർത്ഥങ്ങളല്ല, അർത്ഥങ്ങൾ എന്താ, അനർത്ഥങ്ങൾ കൊടുക്കും. നമുക്ക് ഒരു ഭക്തനാണെങ്കിലോ നമുക്ക് അർത്ഥങ്ങൾ തരും. വേണ്ടത് എന്താ വെച്ചാൽ അത് നമുക്ക് കിട്ടും. അനർത്ഥങ്ങൾ കിട്ടുന്ന ഈ മൂഢന്മാർക്ക്, ഭഗവാനെ അറിയാത്തവർക്ക് എന്ത് കിട്ടും? ശത്രുക്കളും രാഗാദികളും അത്യന്തം മോഹങ്ങളും. മോഹിച്ചുകൊണ്ടിരിക്കാനേ പറ്റൂ, യാതൊന്നും ഭഗവാൻ കൊടുക്കുകയില്ല. ആഗ്രഹിച്ചിരുന്നിട്ട് അത്രത്തോളം ദുരിതാർത്ഥിൽ കിടന്ന് ഉഴന്നാലും ഭഗവാന്റെ ഉള്ളം പ്രസാദിക്കത്തില്ല. എന്താ, ദുഷ്ടന്മാരെ എങ്ങനെ ഭഗവാൻ പോറ്റും? ദുഷ്ടത്തിനെ മാറ്റിയെടുത്താൽ കിട്ടും. അതുകൊണ്ടാണ് അത്യന്തം മോഹങ്ങൾ കാൽത്തളകളെന്നും വന്നു, ഒന്നും നടക്കാത്ത സംഭവം. അതുകൊണ്ട് പുത്രധാര അമാത്യ ബന്ധുക്കൾ സംബന്ധങ്ങളും നിത്യ ഉപദ്രവങ്ങൾക്കായുള്ളതെന്നും വന്നു. അപ്പം നമുക്ക് അജ്ഞന്മാരായ അറിവില്ലാത്ത മൂഢന്മാർക്ക്, ഈശ്വരനെ അറിയാത്തവർക്ക് ഇത് നിത്യ ഉപദ്രവങ്ങളായി വരും. ബന്ധുക്കളെ കൊണ്ടും പുത്രന്മാരെ കൊണ്ടും, ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് അങ്ങനെ അമ്മായിയമ്മ പോരും, മരുമക്കൾ പോരും, ഇന്ന് വേണ്ട അങ്ങനെയുള്ള സർവ്വ പോരും നടക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള അറിവില്ലായ്മയുള്ള വീടുകളിലാണ്. നമുക്ക് എല്ലാവർക്കും ഇത് ബാധക. നമ്മൾ അറിഞ്ഞു തുടങ്ങിയാലേ നമുക്ക് ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റും. നമുക്കും അറിവില്ലാത്ത കാലത്ത് എന്തൊക്കെയോ നടത്തി വെച്ചു. അതുകൊണ്ട് കഴിഞ്ഞ ജന്മം ചെയ്ത് പോയതിൻ്റെ കർമ്മഫലം, എങ്ങനെയായാലും കർമ്മത്തിന് ഫലമുണ്ടല്ലോ. അതുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഉപദ്രവങ്ങളെല്ലാം മാറി ആനന്ദ നിർവൃതി അടയാൻ ഈശ്വരൻ സഹായിക്കും, നമ്മുടെ സ്വഭാവം ഒന്ന് മാറ്റിയെടുത്താൽ. ഈ പ്രപഞ്ചാർത്ഥങ്ങളെല്ലാം അമരാദികൾ അവർക്ക് എപ്പോഴും അത് തന്നെ ഭക്തന്മാർക്ക് അനുഗ്രഹം. അപ്പോൾ ഭക്തിയുള്ള ഈ ഭക്തന്മാർ, ഈശ്വരൻ്റെ ഭക്തന്മാർക്ക് അമരാദികൾക്ക് കിട്ടുന്ന എന്താ, സ്വർഗമായ ദേവലോകത്തെ സുഖ സൗകര്യങ്ങളെല്ലാം ഒരു ഭക്തന് കൊടുക്കും. അനുഗ്രഹം ഭഗവാൻ അങ്ങനെ അനുഗ്രഹിക്കും. കാരണം ഭഗവാന്റെ ഭാര്യയാണ് പ്രകൃതി. ആ പ്രകൃതി മഹാമായ ഇതെല്ലാം നമുക്ക് ചെയ്തു തരും ഈശ്വരൻ്റെ കാരുണ്യം കിട്ടുമ്പോൾ. ഒരു ഭർത്താവായിരിക്കുന്ന പരമാത്മാവിൻ്റെ കാരുണ്യം വരുമ്പോൾ അമ്മ മഹാമായ ദേവി പരാശക്തി ഇതെല്ലാം ആ അമ്മയെ കൊണ്ടാണ് നമുക്ക് തരിക്കുന്നത്. പ്രകൃതി അതാണ്. ഈ പ്രകൃതി ഭഗവാന്റെ പ്രകൃതിയാണ്, പക്ഷേ തരുന്നതെല്ലാം അമ്മയാണ്. അത് ലോകമാതാവാണ്. നമുക്ക് ജീവചൈതന്യമാണ്, ജീവശക്തിയായിട്ട് നിന്ന് നമുക്ക് വേണ്ടതെല്ലാം അമ്മയാണ് നമ്മളെ വളർത്തിയെടുക്കുന്നത്. ആ അമ്മ തന്നെയാണ് സർവ്വതും. അപ്പോൾ ആ പരമാത്മാവായ പിതാവാൻ ദൈവത്തിൽ നിന്ന് ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ആ മഹാമായ ഭാര്യയായിരിക്കുന്ന അമ്മ നമുക്ക് വേണ്ടുന്നതൊക്കെയും നമ്മൾ എന്താണ് ഭാവിക്കുന്ന ഒരു ഭക്തൻ, അത് അമ്മ തരുന്നു. ആര് തരിക്കുന്നു? ഈശ്വരൻ തരിക്കുന്നു. കാരണം അവിടെ പ്രകൃതിക്കാണ് ഗുണങ്ങളുള്ളത്. നമ്മൾ സാത്വിക ഗുണമാണ് നമ്മളെ ഉള്ളിൽ എപ്പോഴും അമ്മ ദേവി ആ ഗുണം നമുക്ക് തരുന്നു. അതിൻ്റെ ഗുണം എന്താണ്? സൽപ്രവർത്തികളും നല്ല അനുഭവങ്ങളും തരും. അതേസമയം തമോ ഗുണത്തിലുള്ള ഒരു ദുഷ്ടനാണ് നമ്മുടെ പ്രവൃത്തിയെങ്കിൽ ആ അമ്മ നമുക്ക് എന്ത് തരുന്നു? അത്രമാത്രം ശത്രുക്കളെ കൊണ്ട് ദുരിതങ്ങൾ കൊണ്ട് നിറയ്ക്കും നമ്മുടെ ഭവനം. അത് അല്ല, അമ്മയാണ് അതെല്ലാം കാരണക്കാരി. അതുകൊണ്ട് അമ്മയെ നമുക്ക് പ്രാർത്ഥിക്കണം. അമ്മേ, അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകളെല്ലാം അമ്മ പറയണേ പിതാവിനോട് നന്മ തരാൻ, നമ്മളെ നേരായ വഴിയിലേക്ക് നടത്താൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴെന്തുവരും? അമരന്മാരുടെ ദേവന്മാരുടെ അനുഗ്രഹമായിട്ട് അവരെങ്ങനെ ഭൂമിയിൽ അവരെങ്ങനെ സ്വർഗത്ത് കഴിയുന്നു അത് നമുക്ക് ഭൂമിയിൽ നമുക്കത് അനുഭവിക്കാൻ ഇടയാകും. നിന്തിരുവിടിയെങ്കിൽ ഭക്തി ഉള്ളവർക്കെല്ലാം സന്തത ആനന്ദകരനായി തെളിഞ്ഞ അനുകൂല ബന്ധുവായി അഭീഷ്ടങ്ങളായുള്ളതെല്ലാം നൽകി ബന്ധമോക്ഷങ്ങൾ നൽകിയിടുന്നു. നിദയാവശാൽ ഭഗവാന്റെ കാരുണ്യത്തെ ദയ കൊണ്ട് നമുക്ക് എന്ത് തരുന്നു? സന്തത ആനന്ദകരൻ. എപ്പോഴും ഭഗവാൻ ആനന്ദ സ്വരൂപമാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഭക്തിയുള്ളവർക്ക് തെളിഞ്ഞ അനുകൂല ബന്ധുവായി നിൽക്കും. അഭീഷ്ടങ്ങൾ, നമുക്കുള്ള താല്പര്യങ്ങൾ, നമുക്ക് അഭീഷ്ടങ്ങളായിട്ടുള്ള നമുക്ക് എന്താണ് വേണ്ടത് അതൊക്കെയും ബന്ധുവായി നിന്നും കൊണ്ട്, ഈശ്വരനാണ് നമ്മുടെ ബന്ധു, സ്വന്തം നമ്മുടെ പിതാവായ ദൈവം എല്ലാവർക്കും മാതാവും പിതാവുമാണ്. അപ്പോൾ നമ്മൾ സന്തതി ആകണം, ഒരു ദൈവ മക്കളാകണം. നമ്മളിൽ കുറ്റങ്ങളൊന്നും വരരുത്. നമുക്ക് അറിവില്ലായ്മ ചെയ്തതൊക്കെ പറഞ്ഞ് പശ്ചാത്തപിച്ച് കരഞ്ഞപേക്ഷിക്കുമ്പോൾ ആ പിതാവായ ദൈവം എല്ലാം കരുണാമയനാണ്, ആനന്ദസ്വരൂപനാണ്. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് അമ്മയടുത്ത് പറയും, ഭാര്യയായ അമ്മയടുത്ത് പറയും, സാന്നിധ്യം കൊടുക്കും. ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് അമ്മ നമുക്ക് വേണ്ടുന്നതൊക്കെ തരും. ഈ പ്രകൃതി മഹാമായ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ദേവി പരാശക്തിയാണ്, ലോകമാതാവ്. അപ്പോൾ നമ്മുടെ അമ്മ നമുക്കെല്ലാം സംഭവിച്ചു തരും. അതുകൊണ്ട് തെളിഞ്ഞ് നമ്മൾ ഉള്ളം പ്രസാദിക്കും. നമ്മൾ ഐശ്വര്യപൂർണ്ണമായിരിക്കും. നമ്മുടെ ഉള്ളത്തിൽ ആ ഈശ്വരാംശം നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ നമുക്ക് പ്രകാശം ഉണ്ടാകും. അപ്പോൾ സർവ്വ ആനന്ദം, ഈശ്വരൻ്റെ ആനന്ദം നമ്മളും അനുഭവിക്കും.
ഇനി നമുക്ക് കണ്ടു വായിക്കാം. ഇവിടം വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഭക്തന്മാർ തമ്മെ കുറിച്ചിത്ര വാത്സല്യം പൂണ്ട ഭക്തവത്സലനായ ചിൽപുരുഷനെ പോലെ മറ്റൊരുവരും ഉണ്ടായി വരികയില്ല. അങ്ങുള്ളിൽ സന്ദേഹമില്ല, തന്നെയും കൂടെ തരും. ഭഗവാൻ ദയാമൂർത്തിയാണ്. അപ്പം ഭക്തന്മാരെക്കുറിച്ച് ഇത്ര വാത്സല്യം ഭഗവാനെ പോലെ ആർക്കും, അങ്ങനെ പുരുഷനെ പോലെ, ഇങ്ങനെയുള്ള ഭഗവാനെ പോലെ മറ്റൊരുവരും ഉണ്ടായി വരികയില്ല. എന്നിട്ടോ ഭഗവാന്റെ ഉള്ളിൽ എന്താ പിന്നെ സന്ദേഹമില്ല, ഭഗവാനെ കൂടെ നമുക്ക് തരും. അതല്ലേ കർത്താവ് യേശുദമ്പരനും ഇതല്ലേ പറയാ, എന്താ ഒരു കർത്താവിൻ്റെ ജീവനെ കൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇവിടെ ആദ്യമായി പറഞ്ഞത് ആരാ? ഇവിടെ ഭാഗവതം എന്നാ ഉണ്ടായത്? അപ്പം ഇത് ക്രിസ്ത്യാനികളായ മക്കൾ ഇത് അറിയുന്നില്ല. അവർ പറയുന്നത് എന്താണ്? വേറൊന്നുമില്ല, ബൈബിളിൽ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഇവിടെ ഇന്ത്യയിലും ഒക്കെ വന്ന് കണ്ടും കേട്ടും പഠിച്ച ഗുരുക്കന്മാരാണ്. ഇത് കർത്താവ് ദൈവപുത്രനാണെങ്കിൽ ഇതെല്ലാം ഗുരുക്കന്മാരെ കൂടി പഠിച്ചിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട് കർത്താവായ യേശുദമ്പുരാൻ ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഇവിടെ മുമ്പേ ഉണ്ടായതാണ് ഭാഗവതം. അപ്പോൾ ഇവിടെ പറയുന്നു, ഭക്തവത്സലനായ പുരുഷനെ പോലെ, ഭഗവാൻ നാരായണൻ കൃഷ്ണനെ പോലെ മറ്റൊരുവരും ഉണ്ടായി വരികയില്ല. അങ്ങ് ഉള്ളിൽ സന്ദേഹമില്ല, തന്നെയും കൂടെ തരും. ഭഗവാനെ കൂടെ നമുക്ക് ഒരു ഭക്തന് കൊടുക്കും. ഭഗവാൻ വേറെ ഒന്നും ചിന്തിക്കുന്ന ഭക്തനാണോ, ഈശ്വരനെ കൂടെ ഇങ്ങ് തരും. അത്രമാത്രം സ്നേഹമാണ്, വാത്സല്യമാണ് ഒരു ഭക്തനോട് ഈശ്വരന്. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇതിന്? നമ്മൾ അറിയാത്ത പിള്ളയ്ക്ക് ഇതൊന്നും പഠിക്കാത്തതുകൊണ്ട് മതം മാറി അവിടെ ഉള്ളു ഈശ്വരൻ, ക്രിസ്തുവിലേ ഉള്ളു. ഇത് ഇന്ന് പരമാത്മാവായ കൃഷ്ണൻ പറയുന്നത് പോലെ വേറെ പലരും പ്രവാചകന്മാരെന്ന് അവർക്കും പറയാം. കാരണം അവരിലുള്ളിലും പരമാത്മാവ് വസിക്കുമെങ്കിൽ അവർക്കും പറയാം. ഇവിടെ കർത്താവിൻ്റെ ഉള്ളിൽ പരമാത്മാവ് വസിച്ചതുകൊണ്ടാണ് കർത്താവ് എൻ്റെ ഉള്ളിൽ വസിച്ച എനിക്കും പറയാം. അങ്ങനെ പറയാം. കാരണം ഞാനും അങ്ങനെ ഒരു ദൈവപുത്രനായിട്ടോ പുത്രിയായിട്ടോ വന്നാൽ എനിക്കും പറയാം, എൻ്റെ പിതാവ് എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ പിതാവിനെ പോലെ ആയതുകൊണ്ട് എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, സർവ്വതും ഞാനായവൻ ഞാനാണ്, അതുകൊണ്ട് എനിക്കും ഇങ്ങനെ പറയാൻ കഴിയുന്നത്. അങ്ങനെ വന്നാൽ കർത്താവിനെ പോലെ ആയാൽ നമുക്കും അത് പറയാം. നമ്മുടെ ഉള്ളിൽ ആരാ? അപ്പോഴ് ഈശ്വരനാ. അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഈശ്വരൻ നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ അത് ബോധ്യമുള്ളവർക്ക് പറയാം. അപ്പോൾ അവിടെ കർത്താവാണ്, വേറെ ആരും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഭാഗവതം വായിച്ച് പഠിച്ചുള്ളവർക്കൊന്നും ഇത് മതം മാറി നമുക്ക് പ്രാർത്ഥനയ്ക്ക് എല്ലായിടും ഒരേപോലെ നമുക്ക് പങ്കുകൊള്ളാം. പ്രാർത്ഥന ഈശ്വരനിലേക്കുള്ള പ്രാർത്ഥനയാണ്. അത് കൃഷ്ണൻ്റെ പ്രാർത്ഥന കൊള്ളത്തില്ല. കൃഷ്ണനൊന്നും ഒരു അവതാര പുരുഷനെ അല്ല, അല്ലെങ്കിൽ ഈശ്വരനല്ല. എനിക്ക് കർത്താവ് എളുപ്പമുണ്ട് മാറിപ്പോകാൻ പറ്റണമെങ്കിൽ ഇതൊന്നും അറിയാത്ത പിള്ളയ്ക്കേ പറ്റൂ. അറിഞ്ഞവരാരും അവരവരുടെ മതത്തിൽ നിന്ന് എങ്ങോട്ടും മാറില്ല. കാരണം ഈശ്വരൻ എല്ലായിടവും നിറഞ്ഞിരിക്കുന്നു, നമ്മുടെ ഭാഗവതം പഠിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടുന്ന് മാറേണ്ടതുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കുടുംബത്തൊരു പ്രാർത്ഥന ഇല്ലെങ്കിൽ, നമ്മുടെ മതത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് പ്രാർത്ഥനയ്ക്ക് പങ്കുകൊള്ളാം. അത് ഇന്ന മതമൊന്നുമില്ല, ഞാനങ്ങനെ പോയതുകൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് അത്രമാത്രം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെമ്പുമായിരുന്നു. എവിടെ കയറിയാണ് ഇപ്പോൾ ഒരു ദാഹം വന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചേ പറ്റൂ. അപ്പോഴേ മതം നോക്കിയിട്ടാണോ ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കുന്നത്? അത് ക്രിസ്ത്യാനിയുടെ ചായക്കടയാണ്, എനിക്ക് കുടിച്ചുകൂടാ എന്ന് പറയാൻ പറ്റുമോ? ദാഹിച്ചാൽ കുടിച്ചല്ലേ പറ്റൂ. അതുപോലെ നമുക്ക് ദാഹം ആത്മാവിൽ വന്നാൽ പ്രാർത്ഥനയ്ക്ക് എവിടെ നിന്നില്ല, എവിടെ ആയാലും കയറി നിന്ന് പ്രാർത്ഥിക്കണം, അത്രയേ ഉള്ളൂ. വീട്ടിൽ എന്ന് വെച്ചാൽ തന്നെയുള്ള പ്രാർത്ഥനയ്ക്ക് അതിനൊരു വചനങ്ങളും എല്ലാം കേൾക്കാനും ഒരു പ്രത്യേക ഒരു ആത്മാവിൽ നിറയണമെങ്കിൽ എല്ലാവരോടും ഇരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് അത്രമാത്രം എന്താ പറയുക, ഇഴുകി ഇറങ്ങുന്നൊരു പ്രാർത്ഥനയാണ്. അത് നമുക്ക് മനസ്സിലാണെങ്കിൽ ഭാഗവത പാരായണം ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് വായിക്കുന്ന ഒരു അമ്പലത്തിൽ മറ്റുള്ളവരുടെ കൂടെ നിന്ന് അർത്ഥങ്ങൾ പറഞ്ഞും കേട്ടും ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. അപ്പോഴാണ് എൻ്റെ ചൈതന്യം അറിയുന്നത്. ആ ചൈതന്യം ഏറ്റ് കിട്ടിയാൽ പിന്നെ നമുക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് മതി. പക്ഷെ അതാകുന്നത് വരെ നമുക്കൊരു വെപ്രാളം വരും. എത്രമാത്രം നമ്മൾ എഴുതാൻ എന്തോ വേണം എന്നുള്ള ചിന്ത വരും. അതുകൊണ്ട് ഇവിടെ ഏത് മതത്തിലും ആരുടെയും ആത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് പങ്കുകൊള്ളാം. അവിടെ മതമൊന്നും നോക്കണ്ട. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ബുദ്ധിയിൽ കുറഞ്ഞൊരു ശുദ്ധിയുള്ളവർ എല്ലാം ശുദ്ധൻ അവയൻ തന്നെ സേവിപ്പിനാകും വേണം. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, ബുദ്ധിയിൽ കുറഞ്ഞൊരു ശുദ്ധിയുള്ളവർക്ക്, അല്പമെങ്കിലും ശുദ്ധത ഉണ്ടോ നമ്മുടെ മനസ്സിന്, എല്ലാം വേണമെന്ന് ഭഗവാൻ പറയുന്നില്ല മക്കളെ. നമ്മുടെ ബുദ്ധിക്ക് ഒത്തവണ്ണം അറിവില്ലാത്ത നമുക്ക് എന്താ അങ്ങനെയല്ലേ ഭഗവാൻ പറയാൻ പറ്റൂ. ഭഗവാൻ വന്നു ഗുരുകുലത്തിൽ പോയി
ശിഷ്യത്വം എടുത്ത് പഠിച്ചതുകൊണ്ട് ഭഗവാൻ എല്ലാം അറിയാം. നമുക്കങ്ങനെ ആയിട്ടില്ലെന്ന് ഈശ്വരൻ അറിഞ്ഞുകൂടെ? അതുകൊണ്ട് ബുദ്ധിയിൽ നമ്മുടെ ഉള്ളത്തിൽ കുറഞ്ഞൊരു ശുദ്ധിയുണ്ട്, അല്പം മതി. ഉള്ളവരെല്ലാം ശുദ്ധനവ്യൻ തന്നെ സേവിപ്പിനാകുമെണ്ണം നമുക്കാകുന്നത് പോലെ ഭഗവാനെ എനിക്കറിവില്ല, എനിക്കൊന്നും പറഞ്ഞു തരാൻ ആളില്ല കണ്ണാ, എനിക്ക് അറിവുള്ളതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് ഭഗവാനെ ഭഗവാനെ എന്ന് വിളിക്കാനേ അറിയൂ. എനിക്ക് നീട്ടി പാടാനോ പ്രാർത്ഥിക്കാനോ എനിക്ക് ഭാഗവതം നീട്ടി വായിക്കാനോ അക്ഷരത്തിൻ്റെ അർത്ഥം അറിയാനോ പാടില്ല. അപ്പോൾ ഞാൻ കണ്ണാ 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 എന്ന് മാത്രമേ എനിക്ക് വിളിക്കാൻ അറിയൂ ഭഗവാനെ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ കുറഞ്ഞും അത്ര മതി, അത്രയ്ക്ക് മതി. അങ്ങനൊരു ശുദ്ധി വേണം. കണ്ണാന്ന് വിളിച്ചാൽ അത് കണ്ണൻ തന്നെ വിളി കേൾക്കും. അങ്ങനൊരു ശുദ്ധി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളം അത്രമാത്രം വേദന വേണം. ഭഗവാനി എന്ന് നമ്മൾ പറയുമ്പോൾ വേറൊന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ ഭഗവാനി. അങ്ങനെ പറയുന്ന ആ ഹൃദയം ഒരു കുഞ്ഞിൻ്റെ ശുദ്ധമായിരിക്കണം. അങ്ങനെ കുറച്ചൊരു ബുദ്ധിയിൽ ഒരു ശുദ്ധി ഉള്ളവർക്ക് ശുദ്ധനവ്യൻ ഭഗവാൻ ശുദ്ധനാണ്. എന്തുവരും തന്നെ സേവിപ്പാനാകും വേണം. ഭഗവാനെ കൊണ്ടുവെക്കുന്നത് പോലെ നമുക്ക് എത്ര മാത്രം ഉണ്ട് അതനുസരിച്ച് നമുക്ക് സേവിച്ചാൽ മതി, ആകുമെണ്ണം സേവിച്ചാൽ മതി. ഭഗവാനെ എനിക്ക് ഇത്രേ അറിയൂ അറിയൂ അറിയൂ. പോകെ ഭഗവാൻ അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കൊണ്ടാൽ ഭഗവാൻ ഒത്തിരി അറിവ് നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും. അപ്പോൾ നമ്മളാൽ ഒക്കുന്ന ഒരു അറിവ് മാത്രം മതി. അപ്പോൾ എന്തൊരു ശുദ്ധനവ്യൻ തന്നെ. അപ്പോൾ ശുദ്ധനായിരിക്കുന്ന ഭഗവാനെ സേവിച്ചാൽ, നമ്മുടെ അറിവിനൊത്ത് സേവിച്ചാൽ, നാരായണ നാരായണ അല്ലെ ഓം നമോ നാരായണ ഇങ്ങനെ സേവിച്ചാൽ വേറെ ഒന്നും വേണ്ട, അല്പം മതി. അപ്പോൾ ഭഗവാനാണെങ്കിലോ ശുദ്ധനാണ്. അങ്ങനെ ഭഗവാനെ നമ്മൾ അറിഞ്ഞ് അല്പമെങ്കിലും അറിഞ്ഞാൽ സൽപുമാൻ ചരിത നാമസ്വരൂപങ്ങൾ ഓരോ നുൾപ്പൂവിൽ ധ്യാനിക്കതാൻ കേൾക്കതാൻ ന്യസിക്കതാൻ. അപ്പോൾ സൽപുമാനായിരിക്കുന്ന ആ ചരിതാ നാമം, ഭഗവാന്റെ നാമം, സ്വരൂപങ്ങൾ, ഭഗവാന്റെ നാമം എന്താണ്? കൃഷ്ണ നാരായണ. അത് ആ സ്വരൂപങ്ങൾ ഓരോ നമ്മുടെ ഉൾപ്പൂവിൽ നമ്മുടെ ഉള്ളിൽ ധ്യാനിക്കുകയും അത് കേൾക്കുകയും അത് അങ്ങനെ കേട്ടും കണ്ടും നമ്മൾ അങ്ങനെ ന്യസിക്കുകയും വച്ചാൽ എന്തുവരും? വല്ലതും തന്നാലായതെന്ന് അതുകൊണ്ട് കല്യാണാലയനും പ്രസാദിച്ച് അനുഗ്രഹിക്കുന്നു. അവൾ തന്നാലായതെന്നതുകൊണ്ട് നമ്മൾ ഒക്കുന്നത് പോലെ ഭഗവാനെ എനിക്ക് അറിവില്ല നാരായണ, എന്നൊക്കെ ഇത്ര പോലും അറിവില്ല ഭഗവാനെ, എനിക്ക് എങ്ങനെ പറയണോ വിളിക്കണോ പ്രാർത്ഥന അറിഞ്ഞൂടാ. തന്നാലെന്ന ഭാഗവത പാരായണം പഠിച്ചെടുക്കണമെന്നോ വലിയ പാട്ടുപാടി ഭഗവാനെ രസിപ്പിക്കണോ ഒന്നുമില്ല. ഭഗവാൻ അറിയാം നമ്മുടെ ഉള്ളിൽ ഇത്രയേ ഉള്ളെന്ന്. അവൾ തന്നെ നമ്മൾ ഒക്കുന്ന രീതിയിൽ ചെയ്താൽ ഭഗവാൻ കല്യാണാലയനാണ്, പ്രസാദിച്ച് മംഗളം തരുന്ന ഭഗവാൻ. കല്യാണം വെച്ചാൽ എന്താ? കല്യാണം വെച്ചാൽ മംഗളകരമാണ്. അത് നമുക്ക് ഭഗവാൻ പ്രസാദിച്ച് അനുഗ്രഹിക്കുന്നു ഒരു ഭക്തന്. അപ്പോൾ ഭക്തനാവണമെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ ഹൃദയത്തിൽ അല്പം ശുദ്ധി മതി. അത് വെച്ച് ഭഗവാനെയും തോന്നി വിളിച്ചാൽ മതി, ഒരറിവും വേണ്ട. അങ്ങനെയാണ് ഭഗവാൻ. അപ്പോൾ ഈശ്വരൻ കല്യാണാലയനായിരിക്കുന്ന മംഗളസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ നമ്മളെ പ്രസാദിച്ച് അനുഗ്രഹിക്കുന്നു. കില്ലില്ലെന്നതിനേതും എന്നുറച്ചെല്ലാവരും എല്ലാ ജാതിയും സേവിച്ചിടും എന്നേ വേണ്ടൂ. അതുകൊണ്ട് എല്ലാ ജാതിയും ഇന്നാർക്കെന്നില്ല. ഇവിടെ നീചനെന്നോ പിന്നെ എന്തോ പറയാ ഉച്ചനെന്നോ അത് വലിയ പിന്നെ ഉച്ച നീചത്വം നമുക്കറിയാലോ. ഏറ്റവും താണവനെന്നോ ഉയർന്നവനെന്നോ ഒന്നും ഭഗവാനില്ല. ആരുടെ ഉള്ളത്തിലാണ് ആ ഉള്ള ഭഗവാൻ നോക്കുന്നത്, നമ്മുടെ ഉള്ളം എങ്ങനെ ഉണ്ടെന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് കില്ലില്ല, ഒരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഭഗവാന്റെ പ്രസാദം വേണമെങ്കിൽ കില്ലില്ലെന്നതിന് ഏതുമെന്ന് ഉറച്ചെല്ലാവരും ഒരു സംശയവും കൂടാതെ നമുക്ക് ഉള്ള അറിവനുസരിച്ച് ഭഗവാനെ എല്ലാ ജാതിയും ഇന്ന ജാതി, ഇവിടെ ജാതിച്ച നായർ ഈഴവരെന്നല്ല, ഏത് സ്വഭാവക്കാരായാലും ഉച്ചനീചത്വമാണ്. പണ്ഡിതനെന്നോ പാമരനെന്നോ. അപ്പോൾ ഒരു പണ്ഡിതനൊരു ജാതി, പാമരൊരു ജാതി എന്ന് വെച്ചാൽ അറിവില്ലാത്തവനോ അറിവുള്ളവനോ, ഉച്ചനോ അതായത് ഏറ്റവും കേമനെന്നോ അത്രമാത്രം വെടുപ്പുള്ളവനോ അല്ലെങ്കിൽ നീചനെന്നോ ഒന്നും ഭഗവാനില്ല. അതുകൊണ്ട് എല്ലാ ജാതിയും സേവിച്ചിടും എന്നേ വേണ്ടു. എല്ലാവരും അങ്ങനെ ചെയ്താൽ മാത്രം മതി ഭഗവാന്. അവിടെ പണ്ഡിതനെന്നും പാമരനെന്നും പക്ഷാഭേദം ഇല്ല. ഭഗവാന് സമദൃഷ്ടിയാണ്, എല്ലാവരോടും ഒന്നുപോലെ തന്നെയാണ്. നല്ലത് വരുത്തുവാൻ ഇവണ്ണം ജഗത്തിങ്കലില്ല മറ്റൊരുവരെന്നുള്ളത് താനേ തന്നെ ചൊല്ലുന്നേൻ. ആറ് ഉള്ളിലുള്ളവരെല്ലാവരും എല്ലാ ജാതിയും സേവിച്ചിടും ആത്മാമൃതം. അപ്പോൾ നല്ലത് വേണമെങ്കിൽ ജഗത്തിങ്കിൽ എന്ത് വേണം? നല്ലത് വരുത്തുവാൻ ഈ വണ്ണം ഇതുപോലെ ജഗത്തിങ്കൽ ഈ ലോകത്തിങ്കിൽ മറ്റൊരുവരും എന്നുള്ളത് ആരുമില്ല. പരമാത്മാവായ കൃഷ്ണൻ പരമാത്മാവാണ്, ഈശ്വരൻ പരമാത്മാവല്ലാതെ വേറൊന്നും ഈ ലോകത്തിൽ വേറെ അതിന് വലിയവനുണ്ടോ? അപ്പം പരമാത്മാവായ ഭഗവാൻ നാരായണൻ കൃഷ്ണനായി വന്നത് അതിനപ്പുറത്തേക്ക് ഒരുത്തരുമില്ല. അതിൽ താഴെ മാത്രമേ ആരായാലും ഉള്ളൂ. കാരണം ഇത് പരമപിതാവായ ദൈവമാണ്. അപ്പോൾ ഇവിടെ ദൈവമാണ് ഇവിടെ
കൃഷ്ണനായി അവതരിച്ചിരുന്ന അപ്പോൾ അതിനും തലയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. മറ്റുള്ളവർ പറയും എൻ്റെ മതം ഉത്കൃഷ്ടം, എൻ്റെ ഇന്നാരാണ് വലുത് എന്ന് പറയും. പക്ഷേ ആ കേൾക്കുന്നവർക്ക് നാണക്കേടുണ്ടാകും. കാരണം ആരാ? ഇപ്പോൾ കർത്താവായ യേശു തമ്പുരാനും പിതാവായ ദൈവം താക്കോൽ ആ കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവ് ആരാണ്? പരമപിതാവല്ലേ. അപ്പോൾ പരമപിതാവാണ് ഇവിടെ കൃഷ്ണനായി അവതരിച്ചിരുന്നത്. അപ്പം കർത്താവിന് നാണക്കേടാണ് ഈ ക്രിസ്ത്യാനികൾ പറയുന്നത്. അതുകൂടെ ചിന്തിക്കണം. അതിലും തലവൻ ഇവിടെ ഉണ്ട്, പിതാവായ ദൈവം ഇവിടെ ഉണ്ട് ലോകത്ത്. അപ്പോൾ പിന്നെ അതിൽ താഴേക്കുള്ളവർ അവിടെയൊക്കെ പറയുന്നത് അവരുടെ ഭക്തന്മാരാണ് ഈ പറയുന്നത്, അല്ല കർത്താവ് പറയത്തില്ല. കർത്താവ് പറയുന്നത് പിതാവെന്നാണ് പറയുന്നത്. അവിടെ ഒരിക്കലും ഞാനാകുന്നവൻ ഞാനാന്ന് പറയുന്നില്ല. എന്നിൽ പിതാവുണ്ട്, പിതാവ് എന്നിലും ഉണ്ട്. അപ്പോൾ പിതാവെന്ന് പറഞ്ഞാൽ മണ്ടയിൽ ഇരിപ്പുണ്ട്, എല്ലാവരിലെയും ഉയരത്തിൽ ഇരിപ്പുണ്ട് ഈശ്വരൻ. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, നല്ലത് വരുത്തുവാൻ ഈ വണ്ണം ജഗത്തെങ്കിലില്ല മറ്റൊരുവരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള പരമാത്മാവ് സാക്ഷാൽ ഈശ്വരൻ ഇവിടെ വന്നിട്ട് അതുപോലെ ഒരുത്തൻ ഈ ലോകത്തില്ല. അതുകൊണ്ട് പക്ഷേ കർത്താവിൻ്റെ വഴി ഈ പിതാവിലേക്ക് എത്തുന്ന വഴിയാണ്, അത് ഗുരുവാണ്. എന്താ ചെയ്യും? ഭഗവാൻ കൃഷ്ണനും നമ്മൾ എല്ലാ ഉപദേശങ്ങളും തരാനും വന്നെങ്കിലും സാക്ഷാൽ പരമേശ്വരനാണ്. അതുകൊണ്ട് മറ്റു ദൈവപുത്രനാണ്, പുത്രനായാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ നല്ലത് വരുത്തുവാൻ ഈ വണ്ണം ഇതുപോലെ ഭക്തന്മാർക്ക് അഭയം കൊടുക്കാനും തന്നാൽ എത്രമാത്രം നമ്മൾ അറിവുണ്ട് അതനുസരിച്ച് മാത്രം മതി അവർക്ക് വേണ്ടുന്നതൊക്കെ ഈശ്വരൻ കൊടുക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഈ ലോകത്തിൽ ഇങ്ങനെയുള്ളൊരു പരമാത്മാവ് വേറെ എങ്ങും ഇല്ല. താനേ തന്നെ ചൊല്ലുന്നതിന് അറിവുള്ളിലുള്ളവരെല്ലാവരും ഇങ്ങനെ നമുക്ക് തന്നെ ഇത് അറിവാകണം. ശരിയാണ്, ഇത് ഉറപ്പായ കാര്യമാണ്. ഭഗവാനല്ലാതെ മറ്റാരും ഈ ലോകത്തിലില്ല എന്ന് നമ്മൾ ഉറയ്ക്കണം. ആ ഉറപ്പുള്ളവരെല്ലാവരും എല്ലാ ജാതിയും സേവിച്ചിടുന്ന ആത്മാമൃതം, പരമാത്മാവൻ്റെ ആ അമൃതാകുന്ന ഈ നാരായണ 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 ഭഗവാനേ കൃഷ്ണ എന്നുള്ള ആ ഒരു ആത്മാ അമൃതം, ആ അമൃത് ഒരു വാക്ക് മതി. ഭാഗവതം ഉടനീളമൊന്നും പഠിക്കുകയോ ഒന്നും വേണ്ട. ഭഗവാനെ വിളിക്കുമ്പോൾ അത് അമൃതമായി വരണം. വചനമാണ് ഈശ്വരൻ. ഈ വചനം ഭഗവാനെ കണ്ണ ഭഗവാനെ എന്നൊന്ന് വിളിക്കുമ്പോൾ അത് അമൃതായ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതാണ് ആത്മാ അമൃതം. അപ്പോൾ അത് എല്ലാ ജാതിയും സേവിക്കൂ, നമ്മളത് അമൃത് സേവിക്കൂ. ഭഗവാൻ എന്നുള്ള ചിന്ത, ഭഗവാനെ നാരായണ കൃഷ്ണ എന്നുള്ള ആ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതാണ് അമൃത്. ആ അമൃത് സേവിക്കൂ, അത് അമൃത് സേവിച്ച് കൊള്ളുക. എന്താ പറയുക? തുല്യനായി എല്ലാം താനായി എല്ലാവർക്കും ഉടയതായി എല്ലാവർക്കും ഒക്കെ ചൈതന്യ സ്വരൂപ ആനന്ദനായി സർവ്വലോകേഷു നിറഞ്ഞിടുന്ന പരബ്രഹ്മം സർവ്വലോകേശനായ നിന്തിരുവടിയല്ലോ. അപ്പോൾ എല്ലാ ജാതിയും അവിടെ ഇന്നായിരുന്നില്ല, ആണെന്നോ പെണ്ണെന്നോ ലിംഗഭേദങ്ങൾ, അതായത് ലിംഗഭേദങ്ങൾ ആൺ പെണ്ണെന്നോ അവിടെ ഉച്ചദേശത്തെന്നോ പണ്ഡിതെന്നോ പാമരെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഒന്നുമില്ല. ആർക്ക് എങ്ങനെ വേണമെങ്കിലും ഭഗവാനെ സേവിക്കുക. ആത്മാ അമൃതം. അപ്പോൾ തുല്യനായി, അപ്പോൾ എന്തുവരെ തുല്യനായി എല്ലാം താനായി നമ്മുടെ ഭഗവാൻ നമ്മുടെ ഉള്ളിലാകും. നമ്മളും തുല്യനായി ഈശ്വരൻ ഒരു ഭക്തന ദാസനാകും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ എങ്ങനെ ഇരിക്കും? തുല്യനായിരിക്കും, നമ്മളോട് ചേർന്നിരിക്കും, ഒട്ടിയിരിക്കും. നമുക്ക് എന്തും ഭഗവാനോട് പറയാം. എന്താ കാരണം? ഭഗവാനേ എന്നൊന്ന് വിളിക്കുമ്പോൾ ആ ഭഗവാൻ നമ്മുടെ അടുക്ക് വരാവിനെ എവിടെ പോകും? അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് തുല്യനായി എല്ലാം താനായി എല്ലാവർക്കും ഉടയതായി. അവിടെ അജ്ഞാനമില്ല, എൻ്റേതെന്നുള്ള ആ ഒരു മമത അവിടെ വരേണ്ടത് അല്ല. ഈ ലോകത്തിലല്ല മമത വേണ്ടത്. എൻ്റേത് നമുക്ക് ഈ ലോകത്തിലെ വീടും കൂടും ഭാര്യയും മക്കളും ഒന്നും അല്ല എൻ്റേതെന്ന് പറയാൻ ഭഗവാൻ നാരായണൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നമുക്ക് വിശ്വസിച്ച് ഉറച്ചു പിടിക്കാം. തുല്യനായി എല്ലാം താനായി നാം തന്നെയാണ് ഈശ്വരൻ എന്നുള്ള അതാണ് താനായി എല്ലാവർക്കും അത് ഉടയതായി. പരമാത്മാവ് എല്ലാവർക്കും ഉടയനായിരിക്കുന്ന പിതാവാണെന്ന് അപ്പം ഉണ്ടാകും. എല്ലാവർക്കും ഒക്കെ ആർക്കെന്നില്ലാതെ എല്ലാവർക്കും അങ്ങനെയുള്ള ഭക്തന്മാർക്കൊക്കെയും ചൈതന്യ സ്വരൂപ ആനന്ദനായി. അപ്പോൾ അവിടെ പരമാത്മാവ് ചൈതന്യമൂർത്തി ആനന്ദമൂർത്തിയൊക്കെയാണ് ആ ഭഗവാൻ. സർവ്വലോകേഷു ഈ ലോകം മൊത്തവും ലോകേഷു എന്നുവെച്ചാൽ ഈ ത്രിലോകങ്ങളിലും നിറഞ്ഞിടുന്ന പരബ്രഹ്മം. അപ്പോൾ ഇവിടെ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മത്തെ നമ്മളും അല്പം ഉള്ളിലാക്കൂ. ആ ചൈതന്യ സ്വരൂപത്തെ നമ്മൾ ആനന്ദിക്കൂ. സർവ്വലോകേശനായ നിൻ തിരുവടിയല്ലോ. അപ്പോൾ ആ ഭഗവാനെ പരമാത്മാവിനെ നമ്മൾ എങ്ങനെ തന്നാൽ ഒക്കുന്നത് പോലെ ആ ചൈതന്യമൂർത്തിയെ ആനന്ദസ്വരൂപനെ നമ്മളും ഗ്രഹിക്കൂ, ഉള്ളിലാക്കൂ. ലോകേഷു നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മമാണ്. ഇങ്ങനെ എല്ലാം ഇരിക്കും ഭവാനുടെ മുന്നിൽ എങ്ങനെ എന്നില്ലാതെ ഞാനിവ പലതരം പൊങ്ങിന മതം കൊണ്ടുള്ള അജ്ഞാനാന്ധത്വം വെച്ചാൽ ഇത് ആര് പറയുക? ഇത്രയും പറഞ്ഞിട്ട് ബ്രഹ്മാവ് തെറ്റ് പറ്റിപ്പോയി. ഭഗവാനെ ഞാൻ ഇങ്ങനെയല്ല ഇരിക്കുന്ന ഭഗവാനെ ഞാൻ എന്താ കാണിച്ചത്? മായയാൽ
പരമാത്മാവിൻ്റെ മായ ഇദ്ദേഹത്തിന് അല്പം ഉള്ളത് കൊണ്ട് അതുകൊണ്ട് എല്ലാത്തിനെയും മറച്ചു പിടിച്ച് ഞാൻ ഭഗവാനെ പരീക്ഷിച്ചതിനെ പറ്റി പറയും. ഇങ്ങനെയെല്ലാം ഭഗവാൻ എല്ലാവർക്കും ഉടയതായി എല്ലാവർക്കും ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നിന്റെ വഴിയല്ലോ ഇങ്ങനെയെല്ലാം ഇരിക്കും ഭഗവാന്റെ മുന്നിൽ. ഭഗവാൻ കൃഷ്ണൻ പശുക്കളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടോണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ മുന്നിൽ എങ്ങനെയെന്നില്ലാതെ ഞാനിവ പലതരം പൊങ്ങിന മതം കൊണ്ട് എൻ്റെ അഹങ്കാരം കൊണ്ട് ഉള്ള അജ്ഞാന അന്ധത്വം അറിവില്ലായ്മ കണ്ണ് ഇരുട്ടായിപ്പോയി, അറിവില്ലായ്മ കൊണ്ട് അന്ധത്വം പ്രാപിച്ചു പോയി ഞാൻ. ബ്രഹ്മാവ് പറയുന്നു എൻ്റെ അറിവില്ലായ്മ അന്ധകാരമായി മാറി, കണ്ണ് കാണാൻ വയ്യാത്ത പോലെ മൂഢനായി പോയി. ഭഗവാനെ എല്ലാവരുടെ ഭക്തന്മാരുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവായ കൃഷ്ണനോട് പറയുന്നു എൻ്റെ പൊങ്ങിന മതം എൻ്റെ അഹങ്കാരം വർദ്ധിച്ചത് കൊണ്ട് ഞാനിങ്ങനെ എൻ്റെ അന്ധത്വം കൊണ്ട് ഇന്ന് നിന്റെ വടിയോട് ചെയ്തതും പിന്നെ സന്നിധവും. അപ്പം ഭഗവാനോട് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തു പോയി. അടുത്ത് സന്നിധവും ഭഗവാന്റെ അടുത്ത് നിന്നോരെന്നെ. അപ്പോൾ അങ്ങനെ അഹങ്കാരം പിടിച്ച് വന്ന് നിന്നോര് എന്നെ സന്നിധവും നിന്ന് ഓരോന്നേ ചൊന്നതും അപരാധം. ഭഗവാന്റെ അടുത്ത് നിന്ന് ഉണ്ടോണ്ട് കുട്ടികളുമായി ഭഗവാൻ ആഹാരം കഴിച്ചുകൊണ്ട് ആ ചോറും കൊണ്ടാണ് കണ്ണൻ പോയത് തിരക്കാൻ പശുക്കൾ എന്തെന്നറിയാൻ. അപ്പോൾ ഇദ്ദേഹം പൊങ്ങിയ മതം അഹങ്കാരം കൊണ്ട് ഭഗവാനെ പരീക്ഷിക്കാൻ ഒരുങ്ങി. അതുകൊണ്ട് ആ ഓരോന്നോരോന്നോരോന്നോരോന്ന് ചെയ്തു പോയി. അത് സന്നിധവും ഭഗവാൻ അടുക്കതെന്ന് ഞാൻ ഓരോന്നെല്ലാം ചെയ്തതെല്ലാം അപരാധം. നമ്മളും ചിന്തിക്കണം നമുക്ക് എന്തെല്ലാം വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞാൻ ഈ ലോകത്ത് ചെയ്തു പോയി മറ്റുള്ളവർക്ക്. അപ്പം ഞാൻ തെറ്റുകാരനാണ് ഭഗവാനെ. നമ്മൾ ഈശ്വരനോടല്ല തെറ്റ് ചെയ്ത് നേരെ പരമാത്മാവോടല്ല, നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മറ്റുള്ളവർക്ക് നമ്മുടെ കാണപ്പെട്ട അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ അയൽക്കാരോ ആരോട് നമ്മൾ തെറ്റ് ചെയ്താലും അത് ഈശ്വരനോട് ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പറയണം, അന്നന്ന് പറയണം ഭഗവാനെ ഞാൻ ഇന്ന മൃഗത്തോട് അല്ലെ ഇന്ന മനുഷ്യനോട് ഞാൻ ഇന്ന ആൾക്കാരോട് അമ്മയോട് അച്ഛനോട് ഞാൻ അപരാധം ചെയ്തു പോയി. അതുകൊണ്ട് അപരാധം എന്ന് വന്നവ എല്ലാം ക്ഷമിച്ചു കൊള്ളണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നിന്തൊരു അങ്ങനെയാണ് ഇവിടെ ബ്രഹ്മാവ് അപേക്ഷിക്കുന്നത്. ഞാൻ എല്ലാം ചെയ്തു പോയി ഭഗവാനെ, എനിക്ക് പൊങ്ങിന മതം വന്നു, ഞാൻ അഹങ്കാരിയായിപ്പോയി. അപ്പോൾ എനിക്ക് അന്ധകാരം വന്നു, എനിക്ക് വെളിച്ചമില്ലാതായിപ്പോയതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു പോയി. അതുകൊണ്ട് ഈ ചെയ്തൊക്കെയും എന്നോട് ക്ഷമിക്കണമേ. നിന്തിരു വടി ഒഴിഞ്ഞില്ല എനിക്കൊരു ഗതി, സന്തതം ബന്ധുക്കളുമില്ല മറ്റൊരുവരും, താതനായതും നീയേ മാതാവായതും നീയേ, ചേതനാകുന്നതും ആചാര്യനായതും നീയേ. അപ്പോൾ ബ്രഹ്മാവ് പറയുന്നു ഭഗവാനെ എനിക്ക് എല്ലാം അങ്ങ് തന്നെ, അങ്ങല്ലാതെ എനിക്കൊരു ഗതി വേറെയില്ല, എനിക്കൊരു വഴിയും വേറെ ഇല്ല ഭഗവാനല്ലാതെ. എനിക്ക് ബന്ധുക്കൾ ആരുമില്ല, ഭഗവാനേ ഉള്ളൂ, മറ്റൊരുവരും എനിക്ക് ആരുമില്ല. എന്നാലോ എൻ്റെ താതനും എൻ്റെ മാതാവും എല്ലാം നീ തന്നെയാണ്, എനിക്ക് മറ്റാരും ഒരു ഗതിയില്ല ഭഗവാനെ എന്ന് നമ്മളും പറയണം. നമുക്ക് ആരും ഈ ലോകത്ത് ഏതൊരു ജീവജാലങ്ങൾക്ക് സൃഷ്ടികൾക്കെല്ലാം ഈശ്വരനല്ലാതെ മറ്റാരെയും നമുക്ക് നമ്പാൻ പറ്റത്തില്ല, അഭയം പറയാൻ പറ്റത്തില്ല. നമുക്ക് അച്ഛനോ അമ്മയൊക്കെ നമുക്ക് കുറച്ച് ആദ്യമൊക്കെ നമുക്ക് തോന്നും എൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛനൊക്കെ എത്ര നാളത്തേക്കാണ് നമ്മളെ കൺമുമ്പിൽ തന്നെ അപ്പോഴും പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ കേമന എല്ലാം നോക്കണം. പക്ഷേ നിമിഷം വേണോ അങ്ങ് ഇവിടുന്ന് വിട്ടു പോകാൻ? അപ്പോൾ നമ്മൾ ആരെയാണ് പിടിക്കേണ്ടുന്നത്? ആരെയാണ് നമ്മൾ നമ്പേണ്ടുന്നത്? ഈശ്വരനെ. അപ്പോൾ പറയുന്നു താതനായതും നീയേ മാതാവായതും നീയേ. അപ്പോൾ നമ്മൾ സ്വന്തം അമ്മയെ അച്ഛനെ ഈശ്വരനെ കാണണം. കാണേണ്ടെന്നല്ല, ബഹുമാനിക്കും ആദരിക്കും ഒക്കെ വേണം. അമ്മയുടെ ഭക്തി വേണം, ബഹുമാനം വേണം, അച്ഛനോടും അമ്മയോടൊക്കെ ജനങ്ങളോടും മറ്റാൾക്കാരോടൊക്കെ വേണം. പക്ഷേ അതിലും തലവനായ ഒരുത്തൻ നമുക്ക് അമ്മയായും അച്ഛനായും എല്ലാ ബന്ധുവായി നിൽക്കുന്ന ഒരു ഈശ്വരനുണ്ട്. നമ്മൾ ചിന്തിച്ചുകൊണ്ട് സന്തതം അത് നിന്തിരുവടി ഒഴിഞ്ഞില്ല എനിക്കൊരു ഗതി, സന്തതം ബന്ധുക്കളുമില്ല മറ്റൊരുവരും ആരുമില്ല നാരായണ, താതനായതും നീയേ അച്ഛനും മാതാവായതും നീയേ അമ്മയും, ചേതനനാകുന്നതും അതായത് ജീവനുള്ളവനായാലും ആചാര്യനായതും ഗുരുവാകുന്നത് എല്ലാം നീ തന്നെ. ബോധമില്ലാതെ മൂഢന്മാർ ചെയ്യും കർമ്മങ്ങളെ ബോധമുള്ളവർ അറിഞ്ഞറിയ പോകാനുള്ള നീതികേടത്രേ എന്ന് ക്ഷമിച്ചു. ഞാൻ ബോധമില്ലാത്തവനായി ഒരു മൂഢനായിപ്പോയി എൻ്റെ കർമ്മങ്ങളെല്ലാം, അതുകൊണ്ട് അറിയാതെ ഞാൻ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തു പോയി. ബോധമുള്ള അവരറിഞ്ഞ് തെറ്റ് ചെയ്യുന്ന നമ്മൾ മക്കൾ തെറ്റ് ചെയ്താൽ അച്ഛനും അമ്മയും ക്ഷമിക്കും. അതുപോലെ ഞാൻ അറിവില്ലായ്മ കൊണ്ട് ഞാൻ മൂഢനായി പോയതുകൊണ്ട് ഞാൻ ചെയ്ത കർമ്മങ്ങൾ ഞാൻ ചെയ്ത എന്താ കർമ്മം? പശുക്കളെയൊക്കെ മറച്ചു പിടിച്ച കർമ്മങ്ങൾ. ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം അറിക പോകാനുള്ള നീതികേടത്രയെന്ന്. ഈ അറിവില്ലാത്തവൻ്റെ തെറ്റുകളെല്ലാം അറിവുള്ള ഭഗവാനെ, പിതാവേ, എൻ്റെ അമ്മയും അച്ഛനുമായ ഈശ്വര, അങ്ങ് തന്നെ അത് ബോധമുള്ളവൻ ആണല്ലോ. അറിവില്ലാത്തവൻ്റെ തെറ്റെന്ന് കരുതി, ഒരു മകനെന്ന് കരുതി അറിവില്ലായ്മ കൊണ്ട് എൻ്റെ തെറ്റുകളെല്ലാം
അറിഞ്ഞ ഭഗവാൻ, അറിവുള്ള ഭഗവാൻ ക്ഷമിച്ച്, നീതികേടാണെന്ന് കരുതി ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം നീതികേടാണ്, അതെല്ലാം ക്ഷമിച്ച് തന്നാൽ ഏതാനും അങ്ങ് ബോധിപ്പിക്കണമെന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്താ പറയുക, ആത്മാ ക്ഷമിച്ച് അതെല്ലാം ഏതാനും അങ്ങ് ബോധിപ്പിക്കണമെന്നുണ്ടല്ലോ. സർവജ്ഞന്മാർക്ക് സർവശാന്തിയിൽ പരമൊരു സർവ അനുഗ്രഹ സാധ്യമില്ലെന്ന് ചൊല്ലിക്കേൾപ്പൂ. സർവജ്ഞന്മാരായിരിക്കുന്നവർക്ക് സർവശാന്തിയിൽ പരമൊരു സർവ അനുഗ്രഹ സാധ്യമില്ലെന്ന് ചൊല്ലിക്കേൾപ്പൂ. അത് സർവജ്ഞന്മാരെന്താ പറയുക, ഒരു മഹാത്മാവ് സർവജ്ഞനാണ്. എല്ലാത്തിൽ നിന്നും എല്ലാ അറിവും നേടിയ ഒരു സർവജ്ഞൻ എന്ന് പറയുക സർവ്വതിലും അറിവുള്ളവൻ. അങ്ങനെയുള്ള സർവജ്ഞന്മാർക്ക് സർവശാന്തിയാണ് അവർക്ക് വേണ്ട. അതാണ് സർവശാന്തി. സർവ സുഖ സൗകര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് യാതൊരു വിഷമതകളും ഇല്ലാതാക്കിയിട്ടാണ് ഒരു സർവജ്ഞന് എന്താ കൊടുക്കുന്നത്, ശാന്തി സമാധാനവും. ഒരു സർവജ്ഞനാണെങ്കിൽ മക്കളും മരുമക്കളും വീടും കൂടും എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് ശാന്തി കൂടെ കൊടുക്കും. എന്താ കാരണം, സർവജ്ഞന്മാർക്ക് ഈശ്വരൻ അങ്ങനെ കൊടുക്കുക. അതുകൊണ്ട് സർവജ്ഞന്മാർക്ക് സർവശാന്തിയിൽ പരം ഒരു സർവ അനുഗ്രഹ സാധ്യമില്ലെന്ന് ചൊല്ലിക്കേൾപ്പ്. അതിൽ പരം എന്താ പിന്നെ വേണ്ടേ? അതിൽ നമ്മൾ പറയുന്ന എപ്പോഴും ഞാൻ മക്കളെ നിങ്ങളോട് പറയാം, നമുക്ക് ശാന്തി സമാധാനം വേണം. അത് വേണമെങ്കിൽ എല്ലാ കാര്യവും ഉണ്ടാകണം. എടുത്തെടുത്ത് പറയണ്ട. നമ്മുടെ വീട്ടിൻ്റെ സർവ്വ സാഹചര്യങ്ങളും നമുക്ക് ഒത്തവണ്ണം എല്ലാം വന്ന് തീരുമ്പോഴാണ് നമുക്ക് ശാന്തി സമാധാനവും വരുന്നത്. അല്ലാതെ ശാന്തി ഉണ്ടാവത്തില്ല, സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശാന്തിക്ക് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ നമുക്ക് വേണ്ടതൊക്കെയും തന്നിട്ടാണ് നമുക്ക് ശാന്തി സമാധാനം അങ്ങേയറ്റമായി വരും തരുന്നത്. അതുകൊണ്ട് സർവജ്ഞന്മാർക്ക് എന്താ, അതിൽ പരം ഒരു ശാന്തിയിൽ പരം ഒരു സർവ അനുഗ്രഹ സാധ്യമില്ലെന്ന് ചൊല്ലിക്കേൾപ്പു. അതാണ് ഒടുക്കത്തെ സമാധാനവും ശാന്തിയും. ഏത് മനുഷ്യർക്കും ഈ ലോകത്ത് സർവ്വം കിട്ടിയാലും ശാന്തി ഉണ്ടാവത്തില്ല, സമാധാനം ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് മറ്റുള്ള ഈ ലോകത്തിൽ സർവ്വം നിറയണം, തൃപ്തികരമാവണം. മക്കളുണ്ടോ, അതും തൃപ്തികരം. മക്കൾക്ക് ആരോഗ്യമുണ്ടോ, അതും തൃപ്തികരം. ലോകത്തിൽ സർവ്വം നമ്മളെ വീട്ടിലുണ്ടോ, സുഖസൗകര്യങ്ങളുണ്ടോ, ഒരു അമരനായി അതായത് സ്വർഗീയ അവസ്ഥ നമ്മളെ വീട്ടിലുണ്ടോ, തൃപ്തികരമാണോ? അങ്ങനെ വരുമ്പോഴേ സമാധാനവും ശാന്തിയും ഉണ്ടാകും. അപ്പോൾ ആ ശാന്തി സമാധാനം നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെയും വേണം. അല്ലാത്ത ഒരു പട്ടണിക്കാരൻ എങ്ങനെ സമാധാനം ഉണ്ടാവും? മക്കൾ ദുരിതത്തിലാണെങ്കിൽ നമുക്ക് സമാധാനം എങ്ങനെ ഉണ്ടാവും? അപ്പോൾ സർവത്തിലും നന്മ വരുമ്പോഴേ ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ഭഗവാനോട് പറയുന്നു, സർവജ്ഞന്മാർക്ക് സർവശാന്തിയിൽ പരം ഒരു സർവ അനുഗ്രഹ സാധ്യം ഇല്ലെന്ന് ചൊല്ലിക്കേൾപ്പോൾ ഭഗവാൻ ഇങ്ങനെ കൊടുക്കും. അതുകൊണ്ട് സർവബാന്ധവനായ നിൻ തിരുവടി എൻ്റെ സർവ അപരാധങ്ങളും ക്ഷമിച്ചു കൊള്ളണമേ. അങ്ങനെ സർവബാന്ധവനായ, സർവർക്കും ബന്ധുവായ, എല്ലാവർക്കും പിതാവാണ്, മാതാവാണ്, അപ്പോൾ എല്ലാവർക്കും ബന്ധുവായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും സർവ്വ അപരാധങ്ങളും ക്ഷമിച്ചു കൊള്ളണമേ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.